ഇപ്പം നമ്മുടെ കേരളത്തിൽ ജനസേവന ഈ മിത്രം കേന്ദ്രങ്ങളുണ്ട്. ഇനി അത് പുറത്തേക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ടോ, അതിന് വ്യാപിപ്പിക്കാൻ താല്പര്യമുണ്ടോ? ഈ മിത്രം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഫ്രാഞ്ചൈസി തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ കർണാടകത്തിൽ ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെ കർണാടകത്തിലും ഉണ്ടാവും. ഈ മിത്രത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു ചെറിയൊരു എമൗണ്ട് ആണ് സാർ ഇട്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു സംരംഭകനെ സ്റ്റാർട്ട് ചെയ്യാനായാലും ആ ഒരു ചെറിയ എമൗണ്ട് തന്നെ മതിയായിരിക്കും. പക്ഷെ സാറ് തുടങ്ങിയ പോലെ, അല്ലെങ്കിൽ സാർ ഇപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ, അങ്ങനെയുള്ള സംരംഭകരിലേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് എത്താൻ പറ്റും. അതൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം ഈ വൈറ്റ് ലേബർ എന്നൊരു സിസ്റ്റത്തിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടസാധ്യത വരില്ല. കാരണം അല്ലാതെ ഇപ്പം 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 ഞങ്ങളെപ്പോലെ തന്നെ ഒരു ടീം ആദ്യം തന്നെ തുടക്കത്തിൽ ഉണ്ടാക്കി ചെയ്യുമ്പോഴാണ് ഇതേപോലെ പരാജയം വരുന്നത്. ഓക്കെ, കാരണം ഇത്രത്തോളം ഈ തുടക്കത്തിൽ ഇത്രത്തോളം ഫ്രാഞ്ചൈസി ഒന്നും വരില്ല, ചെറിയ ഫ്രാഞ്ചൈസി മാത്രമേ. അന്നേരം ഈ ഇത്രയും വലിയ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല കമ്പനികളും വന്ന് നിർത്തിപ്പോകുന്നത്. ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങാനായിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിരിക്കും. പക്ഷേ അതിൻ്റെ ട്രെയിനിങ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ആയാലും അതിൻ്റെ കണ്ടിന്യൂറ്റി പോകുമ്പോഴായാലും നമുക്ക് ചിലപ്പോൾ ആ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സാറിൻ്റെ ഈ ഒരു ശാഖകളിലേക്ക് വരുമ്പോൾ അവർക്ക് എത്രത്തോളം അവർ ക്ലാസ് ആയാലും ട്രെയിനിങ് ക്ലാസ് ആയാലും ഒക്കെ സാർ എത്രത്തോളം കൊടുക്കുന്നുണ്ട് അവർക്ക്? കൃത്യമായി ഞങ്ങളൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിങ്ങിൽ കൂടെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായി അടുത്തത് ട്രെയിനിങ് ടീമിൻ്റെ അടുത്താണ് എത്തുക. ട്രെയിനിങ് ടീമിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് നോക്കും, അവർ പഠിച്ചോ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ശക്തമായ ബാക്ക് എൻഡ് സപ്പോർട്ട് ടീം ഉള്ളതുകൊണ്ട് തന്നെ അവർ നിലനിർത്തി കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈം പീരീഡൊക്കെ ഉണ്ടോ, ഇങ്ങനെ ഒരു ട്രെയിനിങ് പീരീഡൊക്കെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതായത് ഒരാൾ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു 15 ദിവസം ട്രെയിനിങ് ആണ് ഉണ്ടാകുന്നത്. ഈ 15 ദിവസം കൊണ്ടാണ്, അത് 15 ദിവസം ട്രെയിനിങ് 1 to 1 ആണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ട്രെയിനർ തന്നെ എടുക്കുന്നതാണ്. അത് ഓൺലൈൻ മുഖേനയാണ്. അത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും സേവനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് പറ്റും, അപ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഇതെങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഇത് ചെയ്ത് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് സമയം ഒരുപാട് പൈസയൊക്കെ നമുക്ക് നമ്മുടെ എനർജിയൊക്കെ കളയാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ മിത്രത്തിൽ നമുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആക്കാം. പിന്നെ അതേപോലെ തന്നെ 2-3 തരത്തിൽ തന്നെ സപ്പോർട്ടും ഉണ്ട്. എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വാട്സാപ്പ് മുഖേനയും ചെയ്യാൻ പറ്റും, ഫോൺ വഴിയും ചെയ്യാൻ പറ്റും, ഇനിഡെസ്ക് സോഫ്റ്റ്വെയർ മുഖേനയും സപ്പോർട്ട് ഉണ്ടാകും. സാർ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പം ആ കഥയിലൂടെ പോയിട്ടുണ്ടായിരുന്നു, ഒരു പ്രവാസ ലോകത്തിലേക്ക് പോയിരുന്നു, പ്രവാസിയായിരുന്നു ഉള്ളതൊക്കെ. അപ്പോൾ പ്രവാസം കഴിഞ്ഞ് വന്നപ്പോഴായാലും മുന്നേ ആയാലും എന്തെല്ലാം ബിസിനസ്സാണ് സാർ ചെയ്തിരുന്നത്? അതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഒരു പഠിത്തം നിർത്തിയ 9ാം ക്ലാസ്സിൽ പഠിത്തം ചെയ്ത പണി തന്നെ ആദ്യം കൃഷിപ്പണിയാണ്. കൃഷിപ്പണി അത് തന്നെ ഒരു ബിസിനസ് രീതിയിലാണ് ഞാൻ എടുത്തത്. അത് ഞാൻ തൊഴിലൊക്കെ പഠിച്ചു, നാട്ടിൽ തന്നെ ജനിച്ച സ്ഥലത്ത് തന്നെ ഈ തൊഴിലൊക്കെ ചെയ്തു. ആ തൊഴിലൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരാൾ പണി എടുത്തുകൊണ്ടിരുന്നാൽ അവൻ ജീവിതകാലം മുഴുവൻ പണിക്കാരനാണെന്നുള്ള ഒരു ധാരണ അന്ന് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ വെച്ചാൽ വലിയ തോട്ടങ്ങളുടെ വലിയ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ തന്നെ ഞാൻ കരാറ് പണിയായിട്ട് എടുക്കും. എന്നിട്ട് മറ്റുള്ളവരെ വെച്ച് പണിയെടുപ്പിക്കും. അന്നേരം ഒരു നല്ലൊരു ലാഭം കിട്ടും. എല്ലാ പരിപാടികളും പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ആദ്യം ആ തൊഴിൽ പഠിച്ചതിന് ശേഷം അതൊരു ബിസിനസ് മോഡിലോട്ട് ഞാൻ കൊണ്ടുവരാറുണ്ട്. അതായത് പെയിൻറ്റിങ് ആണെങ്കിലും, അതായത് 5-6 മാസം മാത്രമേ പെയിൻറ്റിങ് ഞാൻ പണിയെടുത്തുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ പിന്നെ മറ്റുള്ളവരെ വെച്ച് തൊഴിലെടുപ്പിക്കുകയാണ്. ഇത് കരാറായിട്ട് ഞാൻ എടുത്തതിന് ശേഷം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ തൊഴിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കാൻ വേണ്ടി അത് ചെയ്ത് നോക്കിയിട്ടാണ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, കൃത്യമായി അത് പഠിച്ചതിന് ശേഷം അതൊരു ബിസിനസ് രീതിയിലോട്ട് എത്തുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു, കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് ഒരു റബ്ബർ സ്ലോട്ടിങ്ങിൻ്റെ ഒരു ബിസിനസ് വന്നത്. കാരണം ആ 2011 ആ കാലഘട്ടത്തിൽ റബ്ബറിന് നല്ല വില കൂടിയിരുന്ന സമയത്ത് പെട്ടെന്ന് വില കുറഞ്ഞു. അങ്ങനെ ഒരു 260-240 രൂപ വിലയുണ്ടായിരുന്നത് വെറും 120-130 വന്നപ്പോൾ ഞാൻ ലക്ഷങ്ങൾ മുടക്കി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ബിസിനസ് പാടെ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതോടെ വളരെ ഒരു കടബാധയായി. ആ സമയത്ത് തന്നെ എനിക്ക് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എൻ്റെ ശരീരം തളർന്നു പോയിരുന്നു. ആ ശരീരം തളർന്നു പോയപ്പോൾ എനിക്ക് കൃത്യമായി തോട്ടത്തിൽ പോകാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ജോലിക്കാരെ കൃത്യമായി കൊണ്ടുപോകാനോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ആ സമയത്ത് വളരെ സ്ട്രോക്ക് ആയതാണ്. അതോട് തന്നെ ആ ബിസിനസ് വളരെ നഷ്ടത്തിലായി. ഒന്ന് എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നം,
ഒന്ന് വില ഇടിഞ്ഞതിൻ്റെ, അതായത് പകുതിയോളം തന്നെ വില ഇടിഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ പലിശക്കും ലോണും എല്ലാം എടുത്തിട്ട് ചെയ്ത് തുടങ്ങിയ ബിസിനസ്സായിരുന്നു. പിന്നെ അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തായിരുന്നു പ്രകൃതിക്ഷോഭം ഉണ്ടായിരുന്നു. കാരണം 2011 കാലഘട്ടത്തിൽ റബ്ബറിനൊക്കെ കാറ്റ് പിടിക്കുക, അങ്ങനെ ഒരു തോട്ടത്തിൽ നടുക്കൊരു കാറ്റ് പിടിച്ചതിന് ശേഷം 100 കണക്കിന് മരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കടബാധ്യതയായി. കാരണം കടബാധ്യത നാട്ടിൽ പെട്ടെന്നൊരു ജോലി കടബാധ്യതയായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആരും അടുപ്പിക്കില്ല നാട്ടിൽ നിന്നാൽ. കാരണം എങ്ങനെ അവർ എന്തൊരു രൂപ കടം ചോദിച്ചാലും നമുക്ക് തരില്ല. അതിനു മുമ്പ് നമ്മുടെ ഒരു നല്ല രീതിയിലാണെങ്കിൽ ആരും എന്ത് വേണമെങ്കിലും പൈസ തരും. അത് പറ്റാതെ കൊണ്ട് തന്നെ ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടെ ഗൾഫിൽ പോയി. അതിനുശേഷം അവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഒരു ഓവർ ടൈം എല്ലാം എടുത്തു, എൻ്റെ കടങ്ങളെല്ലാം വീട്ടി. പിന്നെ അവിടുന്ന് ഒന്നുമല്ല, ഒരു ബന്ധമില്ലാത്ത ജോലിയായിരുന്നു, ഓഫീസിൽ വർക്കായിരുന്നു. അതിനുശേഷം അവരെന്നെ പരമാവധി മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കി. കാര്യം കൃത്യമായി വർക്കും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ അവിടുന്ന് ഒരു മെയിൻ ഓഫീസോട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോയി. അവിടെ സംബന്ധിച്ചുള്ള എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതായി. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രശ്നം കൊണ്ട്. സാധാരണ ഞാൻ തൊഴിലെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണല്ലോ. അതുകൊണ്ട് പണിയെടുക്കും, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ വിദേശത്താണെങ്കിൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് നേരെ മടങ്ങി വന്നപ്പോഴാണ് ഈ ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതിലേക്ക് വരുന്നത്. അത് കയ്യിൽ വലിയ കടബാധയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബാധ്യതയെല്ലാം വീട്ടിന് ശേഷം എൻ്റെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ജനസേവന കേന്ദ്രം ഒരു കൂട്ടുകാരോടും ഞാനൊരു കടം മേടിച്ച എമൗണ്ട് കൊണ്ട് തന്നെ അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 90,000 രൂപയ്ക്കാണ് ഒരു ജനസേവന കേന്ദ്രം അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് അന്നത്തെ എമൗണ്ട് ഞാൻ നല്ലൊരു രീതിയിൽ തന്നെ ചെയ്തിരുന്നു. 3 കമ്പ്യൂട്ടറൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്തിരുന്നു. അവിടെ സംബന്ധിച്ചോളം നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമായിരുന്നു. ഒരാൾ എന്തെങ്കിലും ചെയ്യാനും വന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ചെയ്ത് തീർക്കും. അതേപോലെ തന്നെ. അങ്ങനെ രാത്രി 9 അതുകൊണ്ട് തന്നെ അവിടെ ഇത്ര ബിസിനസ് നല്ല തിരക്കും കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ചില സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോകാതെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു, ഇതെങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവിടെ ചെറിയൊരു വാട്സാപ്പ് കൂട്ടായ്മയാക്കി. ആ വാട്സാപ്പ് കൂട്ടായ്മ കുറേ നാൾ ഈ ഞായറാഴ്ചകളിൽ ഞാനൊരു ട്രെയിനിങ് എടുക്കും. അന്നേരം ചെറിയൊരു എമൗണ്ട്, ആ സമയത്ത് ഒരു ചെറിയ എമൗണ്ടെല്ലാം വാങ്ങും. പിന്നെയാണ് തോന്നിയത് ഇതൊരു ബിസിനസ്സായിട്ട് എടുക്കാന്നുള്ള കണ്ടീഷൻ. എത്താനുള്ള സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിനുശേഷം ഈ ബിസിനസ്സിൻ്റെ മുകളിലോട്ട് വന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് ഒരു JC എന്ന പ്രസ്ഥാനം നടത്തിയ ഒരു ഓൺട്രപ്രണർ ഹബ് എന്നൊരു മീറ്റിങ്ങിൽ റൂട്ട് സെറ്റിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ ജില്ലകളും റൂട്ട് സെറ്റ് എന്നൊരു സംവിധാനമുണ്ട്. അതായത് ഒരു സ്വയം തൊഴിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭകരാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് സൗജന്യമായി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് റൂട്ട് സെറ്റ്. അവിടെ പോയി ഒരു 13 ദിവസത്തെ ബിസിനസ് മാനേജ്മെൻ്റ് ഒരു കോഴ്സ് ചെയ്തു. ആ കോഴ്സ് ചെയ്തപ്പോഴാണ് ഞാൻ കുറേ നാൾ ചെയ്തത് ഒരു ബിസിനസ് മോഡലല്ല എന്ന് മനസ്സിലായി. അതിൽ ബ്രാൻഡിങ്ങും വേ അല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടെങ്കിൽ അത് മുന്നോട്ട് അധികം പോവില്ല എന്ന് മനസ്സിലായി. അവിടെ നിന്നാണ് കൃത്യമായ എങ്ങനെയാണ് ബ്രാൻഡിങ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, എങ്ങനെ മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അവിടെ നിന്നാണ് കൃത്യമായൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ണൂരുള്ള മൈസോൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ടോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മൈസോൺ. അവിടെ ഒരു സ്പേസ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്.